നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. പരസ്പര ഇടർച്ച പാടില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കെ വന്ന് സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞ് കളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യൻ 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിലൊന്ന് തെറ്റി ഉഴന്നു പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ച് പോകുന്നത് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. നമ്മുടെ കർത്താവ് ദേവാലയകരം കൊടുക്കുന്ന കാര്യത്തിൽ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ യഹൂദ മതത്തിന് ഇടർച്ച വരുത്തേണ്ട എന്ന് പറഞ്ഞ് പത്രോസിന് ചതുദ്രഹ്മപ്പണം ഉണ്ടാകാൻ ഉള്ള വഴി പറഞ്ഞു കൊടുത്ത ശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരായിരിക്കും? ഏറ്റവും വലിയവർ ആകണം എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. കാരണം തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായി എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. യേശുവോട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. വലിയവരാകണം എന്നുള്ള ചിന്തയല്ല, നിങ്ങളെ തന്നെ നിങ്ങൾ താഴ്ത്തണം. നിങ്ങൾക്ക് ചില കുറവുകളുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെക്കാൾ യോഗ്യന്മാരും ശ്രേഷ്ഠന്മാരും, നിങ്ങളെക്കാൾ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളെക്കാൾ ഭക്തിയുള്ളവർ, നിങ്ങളെക്കാൾ ദൈവവേല കൊടുക്കുന്ന ആളുകൾ, നിങ്ങളെക്കാൾ ദൈവവചനം വായിക്കുന്ന ആളുകൾ, നിങ്ങളെക്കാൾ ദൈവവചനം മറ്റുള്ളവരോട് പറയുന്ന അല്ലെങ്കിൽ സുവിശേഷം പങ്കുവയ്ക്കുന്ന, നിങ്ങളെ സുവിശേഷ നിമിത്തം നിങ്ങളെക്കാൾ ലജ്ജിക്കാതിരിക്കുന്ന ആളുകൾ, നിങ്ങളെക്കാൾ സത്യനിമിത്തം കഷ്ടം അനുഭവിക്കുന്ന ആളുകൾ കണ്ടേക്കാം. നിങ്ങളെക്കാൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കണ്ടേക്കാം. അതുകൊണ്ട് ഞാനായിരിക്കും എല്ലാവരും ചെറിയവൻ എന്നൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതാണ് യേശു പഠിപ്പിക്കുന്നത്. പക്ഷെ ആളുകളുടെ ചിന്ത, ഞാനായിരിക്കും ഉള്ളതിൽ വലിയവൻ, എനിക്കായിരിക്കും നന്നായി ബൈബിൾ അറിയാവുന്നത്, എനിക്കായിരിക്കും നന്നായിട്ട് പ്രാർത്ഥനയുള്ളത്, ഞാനായിരിക്കും ഏറ്റവും ദൈവവേല കൊടുക്കുന്നത്, ഞാനായിരിക്കും ദൈവത്താൽ ഏറ്റവും ഉപയോഗപ്പെടുന്നത് എന്നുള്ള ആ ഒരു അഹംഭാവം, ആ നിഗളമാണ്
മിക്ക ആളുകൾക്കുമുള്ളത്. അതുള്ളതുകൊണ്ടാണ് അവർ ചോദിച്ചത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന്. യേശു പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകണം എന്ന് മാത്രമല്ല, ഒരു ശിശുവിന് പോലും നിങ്ങൾ അടർച്ച വരുത്തരുത് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശിശുക്കളുടെ കാര്യം മാത്രമല്ല, പ്രായം കുറഞ്ഞ ആളുകളുടെ ആ കാര്യം മാത്രമല്ല. വേദപുസ്തകം പഠിച്ചാൽ ആത്മീയ കോളത്തിൽ 2 കൂട്ടം ആളുകൾ ഉണ്ടെന്ന് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 13 വായിക്കുന്നത്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത് തേച്ചു കളഞ്ഞു. അപ്പോൾ 2 ഘട്ടങ്ങൾ, ശൈശവാവസ്ഥയും പക്വത പ്രാപിക്കുന്ന പുരുഷത്വാവസ്ഥയും. ശൈശവാവസ്ഥ എന്ന് പറയുന്നത് പാല് കുടിക്കുന്ന പ്രായമാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഇസഹാക്കിൻ്റെ മുലകൂടി മാറിയപ്പോൾ, മോശയുടെ മുലകൂടി മാറിയപ്പോൾ, ശമൂവേൽ പാലിൻ്റെ മുലകൂടി മാറിയപ്പോൾ, ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നു. 131 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിഗളിക്കുന്നില്ല, ഗർവിക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യത്തിൽ അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, എൻ്റെ പ്രാണനെ താലോലിച്ച് ഞാൻ മിണ്ടാതാക്കിയിരിക്കുന്നു, തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്നതുപോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആയിരിക്കുന്നു. അപ്പോൾ എന്നും മുല കുടിച്ചുകൊണ്ടിരിക്കരുത്, എന്നും ശിശുവായിരിക്കരുത്. നമ്മൾ പക്വത പ്രാപിക്കണം, പുരുഷത്വം പ്രാപിക്കണം. എന്നാൽ സഭയിൽ പുരുഷത്വമുള്ള വിശ്വാസികളും കാണും. പക്ഷേ ചില വിശ്വാസികൾ ശൈശവാവസ്ഥയിലുള്ളവരായിരിക്കും. ശൈശവാവസ്ഥയിലുള്ള വിശ്വാസികളുടെ പ്രത്യേകത കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ്, നിങ്ങൾ ജഡീകന്മാരാണെന്നാണ്. അപ്പോൾ ആത്മീകമായ പക്വതയില്ലാത്ത, ആത്മീക വളർച്ചയില്ലാത്ത, ആത്മീകമായ അറിവ് കുറഞ്ഞ വിശ്വാസികൾ, ആത്മീയ ശിശുക്കൾ, അവർ ജഡീകന്മാരായിരിക്കും. പല ജഡസ്വഭാവങ്ങളും അവർക്ക് കാണും എന്ന് വിചാരിച്ച് അവരെ തള്ളിക്കളഞ്ഞ് അവർക്ക് ഞെരുക്കോ വിടർച്ചയും വരുത്താനായിട്ട് തയ്യാറായാൽ, അവരെ നിന്ദിക്കാൻ, പരിഹസിക്കാൻ, അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താൻ തയ്യാറായാൽ അത് നമുക്ക് ദോഷമാണ്. കാരണം പൗലൂസ് പറഞ്ഞത്, ഒരു സഭയിൽ ബലഹീന വിശ്വാസി ഉണ്ടായിരിക്കും, നിന്റെ പെരുമാറ്റം അവനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. കാരണം ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ നീ നിമിത്തം ദുഃഖിക്കാനിടയായാൽ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ഒരു ബലഹീന വിശ്വാസിക്ക് ഇടർച്ച വരുത്തുന്നവനെ അവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താക്കുകയാണെങ്കിൽ ആ ശിക്ഷ അതുകൊണ്ട് തീരും. നേരെ മറിച്ച് നിശ്ചതയിൽ അവൻ ലഭിക്കുന്ന ശിക്ഷ വളരെ വലിയതായിരിക്കും എന്നാണ്. അതുകൊണ്ട് കർത്താവോട് പറയുന്നത് പരസ്പരം ഇടർച്ച വരുത്തരുതെന്നാണ്. ദേവാലയകരം കൊടുക്കുന്ന കാര്യത്തിൽ യഹൂദന്മാർക്ക് നിങ്ങൾ ഇടർച്ച വരുത്തരുത് എന്ന് പറഞ്ഞ കർത്താവ്, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ യാതൊരു മതത്തിനും, യഹൂദന്മാർക്കോ യവനന്മാർക്കോ ദൈവസഭയ്ക്കോ ഇടർച്ച വരുത്തരുത് എന്ന് പറഞ്ഞ അതേ കർത്താവ് പരസ്പരം ഇടർച്ച വരുത്തരുത്. പ്രത്യേകിച്ച് ബലഹീന വിശ്വാസികൾക്ക്, ദരിദ്ര വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഇളയ വിശ്വാസികൾക്ക് നിങ്ങളൊരു തടങ്കൽ പാറയാകരുത്. അവർക്ക് നിങ്ങൾ പ്രോത്സാഹനമാണ് നൽകേണ്ടത് എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ കയ്യോ കാലോ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളക, കണ്ണടച്ച വരുത്തിയാൽ ചൂർന്നു കളക എന്ന് പറഞ്ഞാൽ, നിന്റെ നടപ്പാണ്. നീ ഒരു വഴി പോകുന്നതിനാലാണ് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാകുന്നത്. ആ വഴി പോകണ്ട. നീ ഒരു ജോലി ചെയ്യുന്നതിനാലാണ്, അതാണ് കൈ കാണിക്കുന്നത്, നീ ആ ജോലി വേണ്ടെന്ന് വെക്കുക. നീ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ നിർബന്ധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് കാണാനിടയാകുന്നു, നീ അതുവഴി പോകണ്ട. അപ്പോൾ അത് കാണാനിടയാകുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് നാം തന്നെ ഇടർച്ച വരുത്തരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താ, 2 കാലുള്ളവനായി അല്ലെ 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കാലനായി ഒറ്റ കയ്യനായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ താല്പര്യം, നിന്റെ ജീവിതത്തിൽ ജോലിയില്ലാത്തവനായി അല്ലെങ്കിൽ സാമ്പത്തികമായി വൃത്തിയില്ലാത്തവനായിട്ട്
നിനക്ക് ഒരുപക്ഷെ ജീവിക്കേണ്ടി വന്നേക്കാം ആത്മീയ ജീവിത നിമിത്തം. നല്ലതാണ്. നീ വളരെ പ്രതാപവാനായി സമ്പന്നനായിട്ട് വലിയ പ്രൊമോഷനൊക്കെ പ്രാപിച്ച് നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് പ്രയോജനം? നീ ദരിദ്രനായിട്ട്, നീ നീ നിസ്സാരനായിട്ട്, വീടോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇല്ലാത്തവനായിട്ട് ഒക്കെ ജീവിച്ച് സ്വർഗത്തിൽ പോകാനിടയാകുന്നെങ്കിൽ അതാണ് നല്ലത് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ തടസ്സങ്ങളെ, ഇടർച്ചകളെ നീക്കാൻ തയ്യാറാകണം എന്നാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന. അല്ലാതെ കാല് വെട്ടിക്കളയണം, കൈവെട്ടിക്കളയണം, കണ്ണ് ചൂഴ്ന്ന് കളയണം എന്നുള്ള അക്ഷരാർത്ഥത്തിൽ അല്ല ഇവിടെ കർത്താവ് പറയുന്നത്. കർത്താവിടെ അവസാനം പറയുന്നത്, അതായത് തെറ്റിപ്പോയ ആടിനെ കർത്താവ് സ്നേഹിക്കുന്നു. നല്ല ഇടയനായ കർത്താവ് തെറ്റിപ്പോയ വിശ്വാസിയെ 99 സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവൻ മടങ്ങി വരണം, അവൻ പ്രയോജനപ്പെടണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ ഭാവമാണ് നമുക്കും വേണ്ടത്. ബലഹീന വിശ്വാസികളെ, ആത്മീയ വളർച്ചയില്ലാത്ത വിശ്വാസികളെ, അല്ലെങ്കിൽ ഇളയ വിശ്വാസികളെ, ജീവിതത്തിൽ കുറ്റവും കുറവുമുള്ള വിശ്വാസികളെ ഇടിച്ചു താഴ്ത്തുകയല്ല വേണ്ടത്. അവരെ പ്രോത്സാഹിപ്പിച്ച്, അവരെ നമ്മോട് ചേർത്ത് പിടിച്ച്, നമ്മോട് കൂടെ വളരുവാൻ അവരെ നമ്മൾ ഇടയാക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമുക്ക് നൽകിയ ഈ ബാലപാഠം പ്രമാണിക്കുവാൻ, കരുതലോടെ കാക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.